ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ്. വീണ്ടും ഈ പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ അപ്പോൾ നമുക്ക് ആയിരിക്കാൻ കർത്താവ് തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദിവസങ്ങളിൽ പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ നിന്നാണ് ചില ധ്യാന ചിന്തകൾ പങ്കിട്ടുകൊണ്ട് ഇരിക്കുന്നത്. അതിൻ്റെ 7-ാമത്തെ വാക്യം വരെ കഴിഞ്ഞ ദിവസം നാം ചിന്തിക്കുകയുണ്ടായി. ഇന്ന് നമുക്ക് 8ഉം 9ഉം വാക്യങ്ങളൊന്ന് വായിക്കാം. 8ഉം 9ഉം വാക്യത്തിൽ നാം കാണുന്നത് ദ ഈറ്റിംഗ് ഓഫ് ദ ലാം വിത്ത് അൺലീവൻഡ് ബ്രെഡ് ആൻഡ് ബിറ്റർ ഹെർബ്സ്. ആ കുഞ്ഞാടിനെ അവർ പുളിപ്പില്ലാത്ത അപ്പത്തോടും അതുപോലെ തന്നെ കയ്പ് ചീരയോടും കൂടെ തിന്നണം. അതാണ് ഇവിടെ നാം കാണുന്നത്. യഹൂദന്മാർ അങ്ങനെ അത് തിന്നണമായിരുന്നു. നമുക്കൊന്ന് വായിക്കാം. 8-ാമത്തെ വാക്യം, പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 8-ാമത്തെ വാക്യം. ഇപ്രകാരമാണ് നാം കാണുന്നത്. അന്ന് രാത്രി അവർ തീയിൽ ചുട്ടതായ ആ മാംസവും പുളിപ്പില്ലാത്ത അപ്പവും തിന്നേണം. കയ്പ് ചീരയോടുകൂടെ അത് തിന്നേണം. തലയും കാലും അന്തർഭാഗങ്ങളുമായി തീയിൽ ചുട്ടിട്ടല്ലാതെ പച്ചയായിട്ടോ വെള്ളത്തിൽ പുഴുങ്ങിയതായിട്ടോ തിന്നരുത്. പ്രത്യേകം ഒരു കർശനം ആണ് അവിടെ കൊടുക്കുന്നത്. അത് ചുട്ടു മാത്രമേ തിന്നാവൂ, ചുടാതെ അത് തിന്നരുത്. അതിനെ കൊല്ലണം, കൊന്നിട്ട് അതിനെ ചുടണം, അത് കഴിഞ്ഞ് അത് തിന്നണം. ഇവിടെ നാം കാണുന്നത് ഈ ആടിനെ യാഗസമയത്തൊക്കെ കൊല്ലുന്നത് പോലെ കൊന്ന് മാത്രം പോയാൽ പോരാ, അതിനെ കഴിക്കണം. ഇത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് കാണിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു മരണപ്പെട്ടാൽ മാത്രം പോരാ, ആ മരണപ്പെട്ടത് നാം കേട്ടാൽ മാത്രം പോരാ, അതിനെപ്പറ്റി സംസാരിച്ചാൽ മാത്രം പോരാ, അതിനെപ്പറ്റി ചിന്തിച്ചാൽ മാത്രം പോരാ, അതിനെ നാം കഴിക്കുന്നവരും ആയിരിക്കണം. അതാണ് ദൈവം ഇവിടെ ആജ്ഞ കൊടുക്കുന്നത്. അതും ചുടണം. ചുടുന്നത് നാം കാണുന്നത് കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിൻ്റെ കോപാഗ്നിയിൽ ആ കാൽവരി ക്രൂശിൽ വെന്തെരിയുന്നതിൻ്റെ ചിത്രമാണ് ഇവിടെ നാം കാണുന്നത്. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ദൈവകോപാഗ്നിയിൽ വെന്തെരിഞ്ഞു. മാത്രമല്ല, അത് ചുട്ടതിനു ശേഷം പുളിപ്പില്ലാത്ത അപ്പത്തോടുകൂടെ തിന്നണം. നമുക്കറിയാം, പുളിപ്പ് പാപത്തെയാണ് കാണിക്കുന്നത്. ബ്രെഡിൽ ഈസ്റ്റൊക്കെ ഒഴിച്ച് പുളിപ്പിച്ച് ബ്രെഡ് ഉണ്ടാക്കുന്നത് പോലെ, അല്ലെങ്കിൽ നാം പലഹാരങ്ങളുണ്ടാക്കുന്നത് പോലെ, പുളിപ്പ് എന്ന് പറയുന്നത് അത് പാപത്തെ ആണ് കാണിക്കുന്നത്. 1 കൊരിന്ത്യർ 5-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ, ഗലാത്യ ലേഖനം 5:9, അവിടെയൊക്കെ നാം വായിക്കുമ്പോൾ അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാം. ഇവിടെ ഈ പുളിപ്പില്ലാത്ത അപ്പം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പാപമില്ലാത്ത ജീവിതത്തെയാണ് കാണിക്കുന്നത്. 2 കൊരിന്ത്യർ 5:21 നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, അവൻ പാപം ഇല്ലാത്തവനാണ്. അതിനെ നാം കഴിക്കണം. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നതിന് മുമ്പ് ശിഷ്യന്മാരെ അടുത്ത് വരുത്തി ആ പെസഹ പെരുന്നാളിൻ്റെ അന്ന് അവൻ അപ്പമെടുത്ത് വാഴ്ത്തി അവർക്ക് കൊടുത്തതിന് ശേഷം ശിഷ്യന്മാരോട് പറഞ്ഞു, ഇത് നിങ്ങൾ കഴിക്കുവിൻ, ഇത് എൻ്റെ ശരീരമാണ്.
മത്തായിയുടെ സുവിശേഷം 26-ാമത്തെ വാക്യത്തിലും 1 കൊരിന്ത്യർ 11:24 നമുക്ക് കാണാം. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവൻ്റെ അപ്പം. അതാണ് ഇന്ന് നാം തിരുവത്താഴത്തിൽ ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്. മാത്രമല്ല, വീണ്ടും പറയുന്നത് കയ്പ് ചീരയോടുകൂടെ അത് തിന്നണം. ഇവിടെ ഈ കയ്പ് എന്ന് പറയുന്നത് ഇസ്രായേൽ മക്കൾ കഴിഞ്ഞ 400 വർഷത്തോളം മിസ്രൈമിൽ അനുഭവിച്ച ആ കഷ്ടപ്പാടുകളെയാണ് കാണിക്കുന്നത്. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെയും കഷ്ടപ്പാടായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി അടികൊണ്ടു, നമുക്ക് വേണ്ടി അവൻ്റെ ശരീരം തകർക്കപ്പെട്ടു, നമുക്ക് വേണ്ടി അവൻ്റെ രക്തം മുഴുവനും ചോർന്നൊലിഞ്ഞ് തന്നു. അതൊക്കെ നമുക്ക് മർക്കോസിൻ്റെ സുവിശേഷം 14-ാം 24 1 പത്രോസ് 1:18-19, 2:24, യെശയ്യാവിൻ്റെ പുസ്തകം 53-ാം 4 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ ഒക്കെ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. മാത്രമല്ല, മത്തായിയുടെ സുവിശേഷം 27-ാം 26-ാമത്തെ വാക്യത്തിലും യോഹന്നാൻ്റെ സുവിശേഷം 19:1 നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് കർത്താവിനെ ക്രൂരമായിട്ട് ചാട്ടവാറുകൊണ്ട് അടിച്ചു. ഈ കഷ്ടങ്ങളെയാണ് നാം കാണുന്നത്. കർത്താവ് നമുക്ക് വേണ്ടി കഷ്ടങ്ങൾ അനുഭവിച്ചു. ആ കയ്പിൻ്റെ അനുഭവത്തിലൂടെ കടന്നുപോയി. നമ്മുടെ മാറയുടെ അനുഭവം മാറ്റുവാൻ തക്കവണ്ണം മാധുര്യമുള്ള അനുഭവത്തിലേക്ക് നമ്മെ കൊണ്ടുവരേണ്ടതിനു വേണ്ടി മാധുര്യമുള്ള അനുഭവം വിട്ട് കയ്പിൻ്റെ അനുഭവം പങ്കിടുവാനായിട്ട്, വഹിക്കുവാനായിട്ട്, ആസ്വദിക്കുവാനായിട്ട് നമ്മുടെ കർത്താവ് വന്നതിൻ്റെ ഒരു ചിത്രമാണ് ഈ പെസഹ പെരുന്നാൾ ആഘോഷിക്കുക എന്ന് പറയുന്നത്. പ്രിയ വിശ്വാസികളെ, നാം കർത്താവിനെ ആരാധിക്കുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി അനുഭവിച്ചതായ കഷ്ടപ്പാടുകളെ നാം ഓർക്കുന്നുണ്ടോ? ആ കഷ്ടപ്പാടിന് നാം ഒരു പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ? കർത്താവ് നമുക്ക് വേണ്ടി കയ്പിൻ്റെ അനുഭവം അനുഭവിച്ചു. ദൈവത്തിൻ്റെ കോപാഗ്നിയിൽ അവൻ നമുക്ക് വേണ്ടി വെന്തെരിഞ്ഞു. ആ കർത്താവിനെ പ്രസാദിപ്പിച്ചുകൊണ്ട് ഇസ്രായേൽ മക്കൾ ആണ്ടിലൊരിക്കലത് ഓർത്ത് ആചരിക്കണമെന്ന് പറഞ്ഞു. നമുക്കെല്ലാ ദിവസവും അത് ഓർത്ത് ആചരിക്കണം. ആഴ്ചയുടെ 1-ാം നാളിൽ നാം കൂടി വരുമ്പോൾ ഇത് നാം ഓർത്ത് ആചരിക്കണം. കർത്താവ് നമുക്ക് വേണ്ടി തൻ്റെ ശരീരം തകർക്കപ്പെട്ടതും കർത്താവ് നമുക്ക് വേണ്ടി അവൻ്റെ രക്തം മുഴുവനായിട്ട് കാൽവരി ക്രൂശിൽ ഒഴിച്ചു കളഞ്ഞതും നാം എപ്പോഴും ഓർക്കുന്നവരായിരിക്കണം. വലിയവനായ ദൈവം ആ രീതിയിൽ കർത്താവിനെ ഓർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാൻ ഈ വാക്കുകൾ മുഖാന്തരം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.